ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM ഉയർത്തിയ മുദ്രാവാക്യം. ഇതുകൂടാതെ BJPയെ ശക്തമായി നേരിടാൻ CPM അംഗങ്ങൾ പാർലമെന്റിൽ വേണമെന്നും CPM കേന്ദ്രങ്ങൾ ശക്തമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തിരക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മറ്റ് നേതാക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പോയിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി അതിനൊന്നും നിൽക്കാതെയാണ് കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത്. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കൂടാതെ പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗവും. ആ സ്ഥിതിക്ക് CPM പ്രതീക്ഷ വെക്കുന്ന ബംഗാളിലും ത്രിപുരയിലും അടക്കം പ്രചരണത്തിന് പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇതിനു മുൻപും പിണറായി ബംഗാളിൽ പ്രചരണത്തിനായി പോയിട്ടില്ല. പാർട്ടിക്കുള്ള ഏക മുഖ്യമന്ത്രി CPMന്റെ പ്രചരണത്തിന് എത്തിയില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രചരണത്തിന് വരേണ്ടത് എന്നാണ് ഉയരുന്ന ചോദ്യം. ബംഗാളിൽ പ്രചരണത്തിന് വരാത്തതിന്റെ പേരിൽ മുൻപ് പിണറായി പാർട്ടിക്കുള്ളിൽ ബംഗാൾ നേതാക്കളുടെ വിമർശനവും കേൾക്കേണ്ടി വന്നിരുന്നു. മുൻകാലങ്ങളിൽ മാണിക് സർക്കാരും ജ്യോതി ബസുവും അടക്കമുള്ളവർ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചരണത്തിന് എത്തിയിരുന്നു. കാലം മാറിയപ്പോൾ ആ ശീലം മാറി. ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞിട്ടും പ്രചരണത്തിന് പോകാൻ തയ്യാറാകുന്നുമില്ല. ഇതിൽ CPM കേന്ദ്ര നേതൃത്വത്തിൽ പലർക്കും അതൃപ്തിയുണ്ട്. എന്നാൽ കോൺഗ്രസുമായി സഖ്യമുള്ള പശ്ചാത്തലത്തിലാണ് പിണറായി ബംഗാളിൽ അടക്കം പ്രചരണത്തിന് പോകാൻ തയ്യാറാകാത്തത് എന്നുമാണ് ഒരു വിഭാഗം പറയുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയുടെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷത്തു നിന്നും ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് K മുരളീധരനാണ് ഇക്കാര്യത്തിൽ ചോദ്യമുയർത്തി രംഗത്ത് വന്നത്. സംസ്ഥാനത്തെ ഭരണത്തലവനാണ് മുഖ്യമന്ത്രി. പൊതുപ്രവർത്തകർക്ക് രഹസ്യമില്ല. എന്തിനാണ് പോകുന്നതെന്ന് വിശദീകരിക്കണം. ഔദ്യോഗിക യാത്രയല്ല, വെറും സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞ് 3 രാജ്യങ്ങളിൽ പോകുന്നത് ഉചിതമല്ലെന്നും കാര്യം വ്യക്തമാക്കണമെന്നുമായിരുന്നു മുരളീധരന്റെ ആവശ്യം. 16 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദുബായിലേക്ക് യാത്ര തിരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് യാത്ര പുറപ്പെട്ടത്. ഈ മാസം 12 വരെയും മുഖ്യമന്ത്രിയും കുടുംബവും ഇന്തോനേഷ്യയിൽ തുടരും. പിന്നീടുള്ള 6 ദിവസങ്ങൾ അദ്ദേഹം സിംഗപ്പൂരിലാകും ചെലവഴിക്കുക. 19 മുതൽ 21 വരെ UAEയും സന്ദർശിക്കും. തുടർന്ന് കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം. ഭാര്യ, മകൾ വീണ, മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ്. സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് യാത്ര. ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.